ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാരും നല്ല അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചല്ലോ അല്ലേ? അപ്പോൾ അതാ നമ്മുടെ ഓണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള റെസിപ്പികളിലേക്കൊക്കെ കടന്നാലോ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചായക്കടയിലെ താരമായ ബോണ്ടയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പഴഗുണ്ട് എന്നും പറയാറുണ്ടേ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ വെച്ചും ചെയ്യാവുന്നതാണ്. ഞാൻ ഗോതമ്പ് മാവ് വെച്ചാണ് ചെയ്യുന്നത്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മുടെ പാളയംകുടം പഴം ഉണ്ടല്ലോ, അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പഴമാണ് കേട്ടോ. കുറച്ചുകൂടെ വലുതാണ് കിട്ടുന്നതെങ്കിൽ 3 എണ്ണം മതിയാകും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ഏലക്കായുടെ കുരുവും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അതിനെ നമുക്ക് ഈ ഗോതമ്പ് മാവിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഈ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3/4 കപ്പ് ഉരുക്കിയ ശർക്കര ചേർക്കുന്നുണ്ട്. ഉരുക്കി തണുത്ത ശർക്കരയാണ് കേട്ടോ, ചൂടോടുകൂടിയൊന്നും അല്ല ചേർക്കുന്നത്. ശർക്കര പാനി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് ടൈറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് 1-2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3/4 കപ്പ് ശർക്കര പാനിയും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂറോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മാവ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മുടെ കൈ രണ്ടും നനയ്ക്കുക. നനച്ചിട്ട് ഇതേപോലെ ബോൾസ് എടുത്ത് നമ്മുടെ 2 കൈയിലുമായിട്ട് നന്നായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ആദ്യം എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ സ്നാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിട്ടതിന് ശേഷം ലോയിലാക്കി വെച്ച് കൊടുക്കുക. ഒരുപാട് തീ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കളർ മാറുകയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ പരന്ന പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനിങ്ങനെ നന്നായിട്ട് അതിലിങ്ങനെ എപ്പോഴും ഉരുട്ടി കൊടുക്കുക. ഉരുട്ടി വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരെണ്ണം ഏകദേശം ഒന്ന് ആയപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിച്ചോളുക. എപ്പോഴും ചെറിയ ബർണറിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വലിയ ബർണറിൽ വെച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബർണറിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ആ ഒരു ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. അകമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബായ്.